മലയാളികൾ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു നടൻ തന്നെയാണ് നടൻ ജിഷ്ണു. ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തിരുന്നേനെ. നമ്മളെന്ന ഒരൊറ്റ സിനിമ മതി ജിഷ്ണുവിനെ എല്ലാവർക്കും മനസ്സിലാകാൻ. അതിനുശേഷവും ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തു. പക്ഷേ ജീവിതത്തിൽ പെട്ടെന്നാണ് അർബുദം ബാധിക്കുന്നത്. അതിനുശേഷം ജീവിതമാകെ താളം തെറ്റുകയായിരുന്നു. വല്ലാത്ത വേദനയിലൂടെയും കഷ്ടപ്പാടിലൂടെയുമാണ് പിന്നീട് ജിഷ്ണുവിന്റെ ജീവിതം മുന്നോട്ട് പോയത്. ഏകദേശം 10 വർഷമായി ജിഷ്ണു ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട്. ഇപ്പോഴത്തെ ആദ്യമായി ജിഷ്ണുവിന്റെ അച്ഛനും നടനുമായ രാഘവൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ജിഷ്ണുവിന്റെ മരണത്തിന് പ്രധാന കാരണം അവൻ തന്നെയാണ്. അവൻ വരുത്തി വെച്ചത് കൊണ്ട് തന്നെയാണ് അവൻ അന്തരിച്ചത്. അവന്റെ തീരുമാനമായിരുന്നു ശസ്ത്രക്രിയ ചെയ്യണമെന്നുള്ളത്. ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു, ശസ്ത്രക്രിയ വേണ്ട, വേറെ എന്തെങ്കിലും രീതിയിൽ നോക്കാമെന്ന്. കാരണം തൊണ്ടയിൽ ശസ്ത്രക്രിയ ചെയ്തതിനു ശേഷം അവൻ അനുഭവിച്ചത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഒന്ന് ആഹാരം പോലും ഇറക്കാൻ പറ്റാത്ത വേറെ മാർഗത്തിലൂടെയാണ് ആഹാരങ്ങളൊക്കെ ശരീരത്തിൽ കയറിക്കൊണ്ടിരുന്നത്. അതൊക്കെ അവന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ആരും അറിയാതെയായിരുന്നു അവനും അവന്റെ ഭാര്യയും കൂടി ചേർന്ന് ബംഗളൂരുവിൽ പോയി ശസ്ത്രക്രിയ നടത്തിയത്. അതാണ് അവന്റെ ജീവിതം ഇങ്ങനെയാക്കിയത്. ഞാൻ സംസാരിച്ച ഡോക്ടറെല്ലാം പറഞ്ഞത് വേറെ എന്തെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ കീമോയൊക്കെ ചെയ്ത് നമുക്ക് ഭേദപ്പെടുത്താമായിരുന്നു, ശസ്ത്രക്രിയ വേണ്ടായിരുന്നു എന്ന്. ഇന്ന് അവന്റെ ഓർമ്മ പോലും വരാതിരിക്കാൻ വേണ്ടി അവന്റെ ഒരു ചിത്രങ്ങളോ ഒരു കാര്യങ്ങളോ ഞങ്ങൾ വീട്ടിൽ പോലും സൂക്ഷിക്കാറില്ല. എല്ലാം ഒളിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം ഞങ്ങൾ അങ്ങനെയാണ് അവനെ വളർത്തിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം അവൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു. അവന്റെ രൂപം തന്നെ മാറി. അവനെ കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. ഇതൊക്കെ ഞങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് തന്നെയാണ് മകന്റെ ഒരു ഓർമ്മയും ഞങ്ങൾക്ക് വരരുതെന്നും ഞാനും ഭാര്യയും അവനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യില്ല എന്ന് വളരെ വേദനയോടുകൂടി രാഘവൻ ഈ അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു.